ഇന്ന് നടന്ന ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 057/2025. 1. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക. 1. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണൻ ഗോഖലെയാണ്. 2. ഇന്ത്യയിൽ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ആണ് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമായിരുന്നു. 3. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. 4. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ മടങ്ങി എത്തിയ വർഷം 1915 അപ്പോൾ പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം ഉത്തരം ഡി ആണ്. ശരി, ഉത്തരം ഡി ആണ്. 1, 2, 3 ആണ്. അപ്പോൾ ശരിയായവ കണ്ടെത്തുക എന്നതാണ്. 1. ഗാന്ധി രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണൻ ഗോഖലെ ആണ്. 2. ഇന്ത്യയിൽ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമായിരുന്നു. 3. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. നമുക്ക് 2. ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. 1. പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം, ആത്മോപദേശ ശതകം. അപ്പോൾ പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം ഉത്തരം സി ആണ്. 1, 2, 3 ആണ്. അപ്പോൾ ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിന് ശരിയായി കണ്ടെത്തുക. ഉത്തരം സി ആണ്. 3. 1941 കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക എന്നതാണ്. ഉത്തരം എ ആണ്. 1, 2, 4 ആണ്. അമേരിക്കൻ ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക. 1. USA-യുടെ 16ാമത് പ്രസിഡന്റായിരുന്നു അബ്രഹാം ലിങ്കൺ. 2. 1861 ഏപ്രിൽ അമേരിക്കൻ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 3. 1865 ഏപ്രിൽ ഔദ്യോഗികമായി യുദ്ധം അവസാനിച്ചു. 4. അമേരിക്കൻ ഭരണഘടനയുടെ 14ാം ഭേദഗതി പ്രകാരം അടിമത്തം അവസാനിച്ചു. അപ്പോൾ അമേരിക്കൻ ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവന അടിസ്ഥാനം ശരിയായവ കണ്ടെത്തുക എന്നതാണ്. ഉത്തരം എ ആണ്. 1, 2, 3 ആണ് ശരിയായ പ്രസ്താവന. 1. USA-യുടെ 16ാമത് പ്രസിഡന്റായിരുന്നു അബ്രഹാം ലിങ്കൺ. 2. 1861 ഏപ്രിൽ അമേരിക്കൻ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 3. 1865 ഏപ്രിൽ ഔദ്യോഗികമായി യുദ്ധം അവസാനിച്ചു. ഇതാണ് 1, 2, 3 ആണ് ശരിയായ ഉത്തരം. അടുത്തത് 1945 ഒക്ടോബർ 24 നിലവിൽ വന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക എന്നതാണ്. 1. ഭാവി തലമുറ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക. 2. ദേശീയ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. 3. ലോക ജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക. 4. മനുഷ്യന്റെ മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുക എന്നതാണ്. അപ്പോൾ ഇതിൽ ശരിയായ ഉത്തരം ഡി ആണ്. 1, 3, 4 ആണ്. 1 എന്ന് പറഞ്ഞത് ഭാവി തലമുറ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക. 3 എന്ന് പറഞ്ഞാൽ ലോക ജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക. 4. മനുഷ്യന്റെ മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുക. അതാണ് 1945 ഒക്ടോബർ 24 നിലവിൽ വന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ. 6. പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക എന്നതാണ്. 1. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമാണ് പാമ്പൻ പാലം. 2. 1961 പഴയ പാമ്പൻ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. 3. 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. 4. പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവും ഉണ്ട്. അപ്പോൾ ഇതിൽ ശരിയായ ഉത്തരം സി ആണ്. 1, 3, 4 ആണ്. 1. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമാണ് പാമ്പൻ പാലം. 3 എന്ന് പറഞ്ഞത് 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. 4 എന്നാണ് പുതിയ പാലത്തിന്റെ സമുദ്രനിരപ്പിൽ നിന്ന് 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവും ഉണ്ട്. ഇത് 3 ആണ് ശരി. അപ്പോൾ സി ആണ്. 1, 3, 4 ആണ് ശരിയായ ഉത്തരം. 7. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. 1. സിന്ധു നദി. ഞാൻ
ചമ്പർവയെ കീറി മുറിച്ച് ആഴമേറിയ താഴ്വരകളിലൂടെ ഒഴുകുന്നു. 2. യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവഴി അലഹബാദിൽ വെച്ച് കൂടിച്ചേരുന്നു. 3. കോസി ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നു. 4. ബ്രഹ്മപുത്ര ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അപ്പോൾ ഇവിടെ ഉത്തരം സി ആണ്. 2ഉം 3ഉം ആണ് ശരി കേട്ടോ. 2 എന്ന് പറയുന്നത് യമുന ഗംഗയുടെ ഒരു പ്രധാന കൈവഴി അലഹബാദിൽ വെച്ച് കൂടിച്ചേരുന്നു. 3 എന്ന് വെച്ചാൽ കോസി ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇത് 2ഉം 3ഉം ആണ് ശരി. അപ്പോൾ ശരിയായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചാൽ 2ഉം 3ഉം ആണ്. 8. ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്രജല പ്രവാഹം ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? ഇപ്പോൾ ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്രജല പ്രവാഹം ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? ഉത്തരം ബി ആണ്, അറ്റ്ലാന്റിക് സമുദ്രം. 9. ഉഷ്ണമേഖല ചക്രവാതങ്ങൾ വിവിധ രാജ്യങ്ങളിലെ അല്ലെങ്കിൽ സമുദ്ര മേഖലകളിലെ പേരുകൾ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. അപ്പോൾ ഉഷ്ണമേഖല ചക്രവാതങ്ങൾ വിവിധ രാജ്യങ്ങളിലെ അല്ലെങ്കിൽ സമുദ്ര മേഖലകളിലെ പേരുകൾ നൽകിയിരിക്കുന്നു. ശരിയായവ കണ്ടെത്തുക. ഇന്ത്യൻ മഹാസമുദ്രം സൈക്ലോൺ, അറ്റ്ലാന്റിക് സമുദ്രം, കരീബിയൻ സമുദ്രം, ഹരിക്കെയിൻ. 3. ചൈന കടൽ, പസഫിക് സമുദ്രം, ടൈഫൂൺ. 4. പശ്ചിമ ഓസ്ട്രേലിയൻ സമുദ്രം, ടറാഡോണ. ഉത്തരം സി ആണ്. 1ഉം 2ഉം 3ഉം ആണ് ശരി. 10. റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം. റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം ഏത്? അത് കേരളം. കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ഏത്? ഉത്തരം എ, പമ്പാട് ചോല നാഷണൽ പാർക്ക്. 12. ധരാധാരിയ ഭൂപടങ്ങളിൽ അടുത്തായി വരക്കുന്ന കോണ്ടൂർ രേഖകൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? ധരാധാരിയ ഭൂപടങ്ങളിൽ അടുത്തടുത്ത് വരക്കുന്ന കോണ്ടൂർ രേഖകൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? കുത്തനെയുള്ള ചെരിവ്. ഉത്തരം ബി ആണ്, കുത്തനെയുള്ള ചെരിവ്. 13. നികുതി, പൊതുച്ചിലവ് എന്നിവയുമായി ബന്ധപ്പെട്ട് സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഗവൺമെൻറ്റിൻ്റെ നയം അറിയപ്പെടുന്നത്. നികുതി, പൊതുച്ചെലവ് എന്നിവയുമായി ബന്ധപ്പെട്ട് സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഗവൺമെൻറ് നയം അറിയപ്പെടുന്നത് ധനനയം എന്നാണ്. അപ്പോൾ നികുതി, പൊതുച്ചെലവ് എന്നിവയുമായി ബന്ധപ്പെട്ട് സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഗവൺമെൻറ്റിൻ്റെ നയം അറിയപ്പെടുന്നത് എന്താണ്? ധനനയം എന്നാണ്. ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യം ഏതു പരിഷ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇറക്കുമതി ചുങ്ക നിരക്ക് കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യം ഏതു പരിഷ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വ്യാപാര നിക്ഷേപ പരിഷ്കാരങ്ങൾ. ഉത്തരം സി ആണ്, വ്യാപാര നിക്ഷേപ പരിഷ്കാരങ്ങൾ. 15. ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏത്? ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏത് എന്നതാണ്. ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്കാണ്. അപ്പോൾ ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്കാണ്. ഉത്തരം ഡി ആണ്. 16. നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത്? നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത് എന്നതാണ് ഉത്തരം. ബി ആണ്, ഒഡീഷ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? 1. എ, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 മുതൽ 1956 ആണ്. ബി, ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. സി, ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് 1968 മുതൽ 1970 കാലയളവിലാണ്. ഡി, 11-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2007 മുതൽ 2012 ആണ്. അപ്പോൾ 17ാമത്തെ ഉത്തരം സി ആണ്. ശരിയല്ലാത്ത പ്രസ്താവന. അപ്പോൾ ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നതാണ്. ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് 1968 മുതൽ 1970 കാലം. ഇതാണ് ശരിയല്ലാത്ത പ്രസ്താവന. 18.
2025-26 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര ജില്ലകൾ ഉൾപ്പെടുന്നു? ഉത്തരം എ 100 ജില്ലകൾ. 19. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ഡി സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില വ്യവസ്ഥകളുടെ ആശയവും അവ കടമെടുത്ത രാജ്യങ്ങളും പേരുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില വ്യവസ്ഥകളും ആശയങ്ങളും അവ കടമെടുത്ത രാജ്യങ്ങളുടെ പേരുകളും ചുവടെ തന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ തന്നെ ചേരുംപടി ചേർക്കുക എന്നതാണ്. ഉത്തരം സി ആണ്. നിയമനിർമ്മാണ പ്രക്രിയ എവിടെ നിന്നാണ് കടമെടുത്തത്? ബ്രിട്ടനിൽ നിന്നാണ്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എവിടെ നിന്നാണ് കടമെടുത്തത്? അമേരിക്കയിൽ നിന്നാണ്. അർദ്ധ ഫെഡറൽ സമ്പ്രദായം എവിടെ നിന്നാണ് കടമെടുത്തത്? കാനഡയിൽ നിന്നാണ്. 4. നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ്. അപ്പം ഇന്ത്യൻ കടമെടുത്ത ഭാഗങ്ങളാണ്. 1. നിയമനിർമ്മാണ പ്രക്രിയ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. അർദ്ധ ഫെഡറൽ സമ്പ്രദായം കടമെടുത്തത് കാനഡയിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ്. 21. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? അപ്പോൾ താഴെ പറയുന്ന പ്രസ്താവന ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? അപ്പോൾ ഇവിടെ ശരിയായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചാൽ നോക്കാം. 1. മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഫ്രാൻസിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. 2. 1978 44ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. 3. നിലവിൽ ഇന്ത്യൻ ഭരണഘടന 7 മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. 21ാമത്തെ ബി ആണ് ശരിയായ പ്രസ്താവന. 2 മാത്രം. 1978 44ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. ഇനി അടുത്തത് എന്താണ്? ചേരുംപടി ചേർക്കുക എന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭേദഗതി ചുവടെ തന്നിരിക്കുന്നു. ഇത് ചേരുംപടി ചേർക്കാനാണ്. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. 1. 42ാമത് ഭേദഗതി എന്ന് പറയുന്നത് ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി. 4. 2. 86ാമത് ഭേദഗതി എന്നത് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസമാണ്. 3. 73ാമത് ഭേദഗതി പഞ്ചായത്ത് രാജ് നിയമ ഭേദഗതിയാണ്. 52ാമത് ഭേദഗതി എന്ന് പറയുന്നത് കൂറുമാറ്റ നിരോധന നിയമമാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ വരുന്ന ചില പ്രധാനപ്പെട്ട ഭേദഗതികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ 1. 42ാമത് ഭേദഗതി ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ ആശയങ്ങൾ ഉൾപ്പെടുത്തി. 2. 86ാമത് ഭേദഗതി എന്ന് പറഞ്ഞാൽ നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസമാണ്. 73ാമത് ഭേദഗതി എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് നിയമ ഭേദഗതിയാണ്. 52ാമത് ഭേദഗതി എന്ന് പറഞ്ഞാൽ കൂറുമാറ്റ നിരോധന നിയമമാണ്. 23. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്രീയ നയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നതാണ്. 1. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം. ബി. രാജ്യത്തിന് മുഴുവൻ ബാധകമായ ഏകീകൃത ഒരു സിവിൽ നിയമസംഹിത. സി. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം. ഡി. അയിത്താചാര നിർമ്മാർജ്ജനം. അപ്പോൾ 23 ഡി ആണ്. താഴെ ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്രീയ നയത്തിൽ നിർദ്ദേശിക്ക ഉൾപ്പെടാത്തത് ഏതാണ്? അയിത്താചാര നിർമ്മാർജ്ജനമാണ്. 24.
താഴെ പറയുന്നവയിൽ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന, ഇവിടെ ശരിയായ പ്രസ്താവനകൾ ഏത് എന്നതാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിന്റെ തലവൻ പ്രസിഡന്റും ഗവൺമെന്റിന്റെ തലവൻ പ്രധാനമന്ത്രിയുമാണ്. 2. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാകുന്ന പ്രസിഡന്റ് അംഗീകാരത്തോടു കൂടിയാണ്. 3. ഭരണഘടനയുടെ 91ാമത് ഭേദഗതി അനുസരിച്ച് കേന്ദ്രമന്ത്രി സഭയുടെ പരമാവധി അംഗസംഖ്യ ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 20% കൂടാൻ പാടില്ല. ഇവിടെ 1ഉം 2ഉം മാത്രമാണ് ശരി. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിന്റെ തലവൻ പ്രസിഡന്റും ഗവൺമെന്റിന്റെ തലവൻ പ്രധാനമന്ത്രിയുമാണ്. 2 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പാർലമെന്റിന് പാസ്സാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാകുന്ന പ്രസിഡന്റ് അംഗീകാരത്തോടു കൂടിയാണ്. ഇനി 25ാമത്, താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം അപ്പോൾ താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ് വനം. ഉത്തരം ബി ആണ്, വനമാണ്. 26. ഇന്ത്യൻ ഭരണഘടനയുടെ 73ാമത് ഭേദഗതി പ്രകാരം ഇന്ത്യൻ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? സംസ്ഥാനങ്ങളെ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ ഒരു ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം സ്ഥാപിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. 2. സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളുടെ ധനസ്ഥിതി പരിശോധിക്കുന്നതിനായി ഓരോ 10 വർഷം കൂടുന്തോറും സംസ്ഥാന ഗവൺമെന്റ് ഒരു സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നതിന് നിയമവ്യവസ്ഥ ചെയ്യുന്നു. 3. പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭരണഘടനയുടെ 11ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഉത്തരം സി ആണ്. 1ഉം 3ആണ് ശരി. 1 സംസ്ഥാനം, ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ ഒരു ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം സ്ഥാപിക്കുന്ന നിയമം വ്യവസ്ഥ ചെയ്യുന്നു. 3 എന്ന് പറയുന്നത് പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭരണഘടനയുടെ 11ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 27ാമത്തതാണ്. ഇന്ത്യയിൽ എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണ് എന്നതാണ്. അപ്പോൾ ഇന്ത്യയിൽ എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം സി ആണ്, രാംനാഥ് കോവിന്ദ്. കേരളത്തിലെ 3 അക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിന്റെ പേരെന്താണ്? ഇപ്പോൾ കേരളത്തിലെ 3 അക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശനം അല്ലെങ്കിൽ മത്സര പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിന്റെ പേര് എന്താണ്? വിദ്യാസമുന്നതി. 29. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ്? കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രി. ഉത്തരം എ ആണ്, മുഖ്യമന്ത്രിയാണ്. 30. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഭരണഘടനയുടെ 73 ഭേദഗതി പഞ്ചായത്തുകളിലെയും 74 ഭേദഗതി മുനിസിപ്പാലിറ്റികളിലെയും പ്രാദേശിക ഗവൺമെന്റുകളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. 2. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും മുഴുവൻ സമ്മതിദായകരും അതാത് വാർഡിന്റെ ഗ്രാമസഭകളിലെ അംഗങ്ങളാണ്. 3. കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 50% സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഇവയെല്ലാം, അപ്പോൾ ഇത് ഉത്തരം ഡി ആണ്, ഇവയെല്ലാം ശരിയാണ്. 31. മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേര് എന്താണ്? അപ്പോൾ മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം ബി, യോദ്ധാവ്. വിറ്റാമിൻ എയുടെ
വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേരെന്ത്? വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേര് എന്ത്? ഉത്തരം സീറോഫ്താൽമിയ. 33. സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബ് ഏത്? സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബ് ഏത് എന്നതാണ് ഉത്തരം ഡി ആണ്, റെഡ് റിബൺ ക്ലബ്ബ് എന്നാണ്. 34. മനുഷ്യനിലെ അസ്ഥികളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. അവയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. 1. പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളുണ്ട്. 2. മനുഷ്യരിൽ 12 ജോഡി വാരിയലുകളുണ്ട്. 3. മനുഷ്യരിൽ തലയോട്ടിയിൽ മാത്രം 32 അസ്ഥികളുണ്ട്. ഇവിടെ ശരിയായ ഉത്തരം ബി ആണ്. 1ഉം 2ഉം ആണ് ശരി. 1. പ്രായപൂർത്തിയായ ഒരു മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളുണ്ട്. 2. മനുഷ്യരിൽ 12 ജോഡി വാരിയലുകളുണ്ട്. 35. അമൃതാദേവി ബിഷ്ണോയ് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമൃതാദേവി ബിഷ്ണോയ് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം വനസംരക്ഷണം. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹോമനോലോഡി എന്ന മനുഷ്യ പൂർവികന്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നാണ്? ഉത്തരം ബി, റൈസിംഗ് സ്റ്റാർ കേവ്. 37. അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം ഡി ആണ്, സുനിത വില്യംസിന്. 38. ദൃശ്യപ്രകാശത്തിന്റെ ആവൃത്തി F1ഉം മൈക്രോവേവിന്റെ ആവൃത്തി F2ഉം എക്സ് കിരണങ്ങളുടെ ആവൃത്തി F3ഉം ആണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക എന്നതാണ്. 38A ആണ്. 39. ഒരു പ്രൊജക്ടൈലിന്റെ പറക്കൽ സമയം 2 സെക്കൻഡാണ്. അതിന്റെ പരമാവധി ഉയരം കണക്കാക്കുക. 39 ബി ആണ്, 5 മീറ്റർ. 40. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതൊക്കെ എന്നതാണ്. 40 സി ആണ്. 1ഉം 3ഉം പ്രസ്താവനകൾ മാത്രം ശരിയാണ്. 1ഉം 3ഉം. ഭൗമോപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും അതായത് ത്വരണത്തെ ജി ആണ്, ജിയുടെ മൂല്യം കുറഞ്ഞു വരുന്നു. 3. ധ്രുവ പ്രദേശങ്ങളിലെ ജിക്ക് ഏറ്റവും ഉയർന്ന മൂല്യം. അപ്പോൾ 1ഉം 3ഉം ആണ് ശരി. 41. ബഹിരാകാശത്തെക്കുറിച്ച് ഉപഗ്രഹങ്ങളെക്കുറിച്ചും കൂടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ ഉപഗ്രഹങ്ങളാണ് സ്പേസ് ഡോക്കിംഗ് വഴി സംഭവിച്ചത്? 41A ആണ് കേട്ടോ. 42. ചില മൂലകങ്ങളെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിന്നും ട്രാൻസ് യുറേനിയം മൂലകത്തെ കണ്ടെത്തുക. 42 സി ആണ്, ഫെർമിയം. താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ അമോണിയ എന്ന സംയുക്തത്തെക്കുറിച്ച് ശരിയായി കണ്ടെത്തുക. 1. അമോണിയ തന്മാത്രയ്ക്ക് ത്രികോണീയ പിരീഡ് ആകൃതിയാണ്. 2. രൂക്ഷഗന്ധമുള്ള നിറമില്ലാത്ത വാതകമാണ്. 3. അമോണിയ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്നത് സമ്പർക്ക പ്രക്രിയ വഴിയാണ്. ബി ആണ്, 1ഉം 2ഉം ആണ് ശരി. അമോണിയ തന്മാത്ര ത്രികോണീയ പരമാവധി ആകൃതിയാണ്, പിരമിഡ് ആകൃതിയാണ്, രൂക്ഷഗന്ധമുള്ള നിറമില്ലാത്ത വാതകമാണ്. 44. ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു? ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു? 44ാമത്തെ സി ആണ്, ഗെ-ലുസാക്ക് നിയമം. 45ാമത്തെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഏത് അലോഹ മൂലകത്തിന്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ
3 കണ്ടെത്തിയത്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഏത് അലോഹ മൂലകത്തിന്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയത്? ഉത്തരം എ യെസ്. 46. തൃശ്ശൂർ പൂരം ആരംഭിച്ച രാജാവ് ആരാണ്? തൃശ്ശൂർ പൂരം ആരംഭിച്ച രാജാവ് ആരാണ്? ശക്തൻ തമ്പുരാൻ. ഉത്തരം സി ആണ്. 47. താഴെ പറയുന്നവരിൽ 2024 മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് നേടാത്തത് ആര്? സുഖ്ജിത് സിംഗ് ആണ്. 48. താഴെ കൊടുത്തിരിക്കുന്നവരിൽ മുൻ ക്യൂരിയാക്കോസ് ഏലിയാസ് സവറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? താഴെ കൊടുത്തിരിക്കുന്നവരിൽ മാർ ക്യൂരിയാക്കോസ് ഏലിയാസ് സവറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? 1. പ്രായം ചെന്നവർക്ക് വേണ്ടി മധ്യ കേരളത്തിൽ അനാഥാലയങ്ങൾ സ്ഥാപിച്ചു. 2. സംസ്കൃത വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. 3. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം സ്ഥാപിച്ചു. 48 ബി ആണ്. 1ഉം 2ഉം ആണ് ശരി. പ്രായം ചെന്നവർക്ക് വേണ്ടി മധ്യ കേരളത്തിൽ അനാഥാലയങ്ങൾ സ്ഥാപിച്ചു. സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു. 3. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചു. 49. ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? 49 സി ആണ്. 1ഉം 2ഉം. കീചകവധം, ഉത്തര സ്വയംവരം. 50. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആര്? നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരെന്നാണ്? ഗായത്രി സ്പിവാക്. അടുത്തത് മാത്സ് ആണ്. നമുക്ക് ഉത്തരങ്ങൾ പറഞ്ഞു പോവാം. 51 ഡി ആണ്. 52 സി ആണ്. 53 എ ആണ്. 54 ബി ആണ്. കേട്ടോ. 55 ഡി ആണ്. 56 സി ആണ്. 57 ബി. 58 എ. 59 ഡി ആണ്. 60 ബി ആണ് കേട്ടോ. ഇനി അടുത്തത് ഇംഗ്ലീഷാണ്. നമുക്ക് എന്ത് ചെയ്യാം, അതും പറഞ്ഞോ കേട്ടോ. 61 സി ആണ്. ആൻഡ് ദ വാട്ടർ ഓൺ ദിസ് ഏരിയ സി ആണ്. 62 എ ആണ്. 63 ഡി ആണ്. 64 ബി. 65 സി. 66 ബി. 67 സി. 68 ഡി. 69 ഡി. ഓൾ ഓഫ് ദി അബോവ്. 70 ബി ആണ്. ഇനി മലയാളമാണ്. അത് നമുക്കറിയാം, പറഞ്ഞോ. 71 ബി ആണ്. 72 സി ആണ്. 73 എ ആണ്. 74 ഡി ആണ്. 75 ബി ആണ്. 76 എ ആണ്. 77 സി ആണ്. 78 ഡി ആണ്. 79 ഡി ആണ്. 80 എ. ഇനി 81. അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ. 1. ഭീകരവാദികൾ, അപകടകാരികളായ തടവുകാർ, തീവ്രവാദികൾ, സിവിൽ തടവുകാർ. ഉത്തരം എന്താണ്? ബി ആണ്. 1ഉം 2ഉം 3ഉം. അതെ, ഭീകരവാദികളും അപ്പോൾ അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാരാണ്. 1 ഭീകരവാദികൾ, അപകടകാരിയായ തടവുകാർ, 3 തീവ്രവാദികൾ. അടുത്തത് കേരള പ്രിസൺ ആക്ട് 2010 പ്രകാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരോളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവർ ശരിയല്ലാത്തത് ഏതാണ്? എ. വ്യവസ്ഥകൾ വിധേയമായി ഉചിതമായ കാലാവധിക്ക് പരോൾ നൽകാം. ബി. ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കും. സി. അടുത്ത ബന്ധുവിൻ്റെ ഗുരുതരമായ രോഗമോ മരണമോ കാരണം പരോൾ നൽകാം.
ഡി മറ്റേതെങ്കിലും മതിയായ കാരണമോ സംഗതിയിലോ പരോൾ നൽകാം. 82 എന്താണ്? ഏത് തടവുകാരനും പരോൾ ലഭിക്കും. ഇതാണ് ശരിയായ ഉത്തരം. 83 തടവുകാരെ പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിനകത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനും വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സഹായിക്കുന്നതിനും ഒരു കൗൺസിലറെ പ്രവർത്തിക്കേണ്ടത് ആരാണ്? 83 ഡി ആണ്, വെൽഫെയർ ഓഫീസറാണ്. 84 2014 കേരള പ്രിസണുകളും സംശുദ്ധീകരണ സന്മാർഗീകരണ സേവനങ്ങളും ചട്ടങ്ങൾ പ്രകാരം തടവുകാരെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗം അല്ലാത്തത് ആരാണ് എന്നതാണ് ഉത്തരം. ബി ആണ്, പോലീസ് GDP. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏവ എന്നാണ്. 85 സി ആണ്. 1ഉം 3ഉം ആണ് ശരി. 1 വെച്ചാൽ തുറന്ന ജയിലുകളിൽ വേതനം അന്തേവാസികളുമായ തടവുകാർക്ക് കൂടുതലാണ്. 3 അന്തേവാസികളായുള്ള തടവുകാർക്ക് സാധാരണ അവധിക്ക് പുറമെ തുറന്ന ജയിലുകളിൽ 15 ദിവസം കുടുംബ അവധിക്ക് അർഹത ഉണ്ടായിരിക്കുന്നതാണ്. 86 ആണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ നേരിട്ട അധികാരത്തിൽ വരാത്തത് ഏതാണ്? എ ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നതിന് ഏതെങ്കിലും ആളെ സമൺ ചെയ്യുകയും ഹാജരാക്കുകയും വിസ്തരിക്കുകയും ചെയ്യുന്നത്. ഏതെങ്കിലും പ്രമാണം കണ്ടെത്തുവാനും ഹാജരാക്കുവാനും ആവശ്യപ്പെടുന്നത്. ഡി ഏതെങ്കിലും ഓഫീസിൽ നിന്ന് ഏതെങ്കിലും പൊതുരേഖയോ പകർപ്പോ ആവശ്യപ്പെടുന്നത്. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് ഏതാണ്? ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നതിന്. ഇനി അടുത്തത് 87 ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ ഉൾപ്പെടാത്തത് ഏത്? എ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി. ബി ഒരു ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി ആയിരിക്കുന്നതോ ആയ വ്യക്തി. സി കുറഞ്ഞത് 7 വർഷം ആ സംസ്ഥാന ജില്ലാ ജഡ്ജി ആയിരുന്ന ഒരു ജില്ലാ ജഡ്ജി. ഡി സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നതോ ആയ ഒരു വ്യക്തി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ പെടാത്തത് എന്താണ്? സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നതോ ആയ ഒരു വ്യക്തി. ഇതാണ് പെടാത്തത്. 88 ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ എത്ര കാലാവധി കഴിഞ്ഞ ശേഷം ഏതൊരു സംഗതിയിലും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല. ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ എത്ര കാലാവധി കഴിഞ്ഞ ശേഷം ഏതൊരു സംഗതിയിലും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല. 1 വർഷം. ഉത്തരം സി ആണ്. 89 മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെയാണ് സെക്ഷൻ 27 പ്രകാരം നിയോഗിക്കേണ്ടത്? മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെയാണ് സെക്ഷൻ 27 പ്രകാരം നിയോഗിക്കേണ്ടത്? ഉത്തരം ഡി ആണ്, IG. 90 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും നിയമനം ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യേണ്ടുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി ചുവടെ പറയുന്നതിൽ ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും നിയമനം ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യേണ്ടുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി ചുവടെ പറയുന്നതിൽ ആരാണ്? ഉത്തരം സി ആണ്, നിയമമന്ത്രി. വിവരാവകാശ നിയമം 2005 പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സംബന്ധിച്ചുള്ളതാണെങ്കിൽ അപേക്ഷ ലഭിച്ച് എത്ര സമയത്തിനുള്ളിൽ മറുപടി നൽകണം? 48 മണിക്കൂറാണ്. സി ആണ്. 92 ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായിട്ടുള്ളവ ഏത്? അപ്പോൾ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നത്: 1 5 വർഷം കാലാവധി. 2 65 വയസ്സ് പൂർത്തിയായ ശേഷം സ്ഥാനം വഹിക്കാൻ പാടുള്ളതല്ല. 3 പുനർനിയമനത്തിന് അർഹനാണ്. 92 എ ആണ്. 1ഉം 2ഉം ആണ് ശരി. അതായത് 5 വർഷം കാലാവധി, 65 വയസ്സ് പൂർത്തിയായ ശേഷം സ്ഥാനം വഹിക്കാൻ പാടുള്ളതല്ല. 93 വിവരം ലഭിക്കുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദം ഉറപ്പുവരുത്തുന്നു? അപ്പോൾ വിവരം ലഭിക്കുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദം ഉറപ്പുവരുത്തുന്നു? 19. ഉത്തരം എ ആണ്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. പിന്നെ 94 വിവരാവകാശ നിയമം 2005 പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുകയോ ചെയ്തിട്ടുള്ളപ്പോൾ 250 വീതം ഓരോ ദിവസം പിഴ ചുമത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പിഴ സംഖ്യ എത്ര രൂപയിൽ കവിയാൻ പാടില്ലാത്തതാകുന്നു? വിവരാവകാശ നിയമം 2005 പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ളപ്പോൾ 250 വീതം ഓരോ ദിവസവും പിഴ ചുമത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പിഴ സംഖ്യ എത്ര രൂപയിൽ കവിയാൻ പാടുള്ളതല്ല?
94 സി ആണ് 25,000. 95 വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രകാരം ചുവടെ പറഞ്ഞിരിക്കുന്നത് വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കൽ ചെയ്തിട്ടുള്ളത്. 95 സി ആണ് 1, 2, 3 ആണ് ശരി. അതായത് ഭാരതത്തിൻ്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും സുരക്ഷിതത്വത്തെയും മറ്റും ഹാനികരമായി ബാധിക്കുന്നവ. 2 വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ച രഹസ്യ വിവരം. 3 അറസ്റ്റിനെയോ പ്രോസിക്യൂഷന്റെ നടപടിക്രമത്തെയോ തടസ്സപ്പെടുത്തുന്ന വിവരം. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് വ്യക്തിത്വത്തിന്റെ ഘടനാപര മാതൃക രൂപപ്പെടുത്തുന്നത് ഏതൊക്കെ ഘടകങ്ങൾ ഉൾച്ചേർത്തതാണ്? ഉത്തരം ഇത് ഈഗോ സൂപ്പർ ഈഗോ. അപ്പോൾ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് വ്യക്തിത്വത്തിന്റെ ഘടനാപര മാതൃക രൂപപ്പെടുത്തുന്നത് ഏതൊക്കെ ഘടകങ്ങൾ ഇത് ഈഗോ സൂപ്പർ ഈഗോ. മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയുക്തമാവുന്ന ആരോഗ്യകരമായ മനോസാധന രീതിയാണ് സമ്മർദ്ദം അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി പ്രയോഗിക്കുന്നത്. 98 അബ്രഹാം മസ്ലോവിൻ്റെ ആവശ്യകതകളുടെ ശ്രേണി സിദ്ധാന്ത പ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിഞ്ഞത് ഏത് ഘട്ടത്തിലാണ്? ആത്മസാക്ഷാത്കാരം. ഉത്കണ്ഠ മനഃശാസ്ത്രം വ്യക്തമാക്കുന്ന ഉത്തരം തിരഞ്ഞെടുക്കുക. 1, 2, 3 ആണ്. 3 ശരിയാണെന്നതാണ് കേട്ടോ. 1 ഭയവും ഉത്കണ്ഠയും ഒന്നും തന്നെയാണ്. പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്ന ഭയം. 3 ഭാവിയിൽ സംഭവിക്കുന്നതുമായി കരുതുന്ന കാര്യങ്ങളുടെ ആശങ്കയാണ്. 100 ഒരു ഹോവാർഡ് ഗാർഡനിൻ്റെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക വൈകാന്തിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട് വ്യക്തിഗത സ്വഭാവം ഏതാണ് എന്നതാണ്. 99 ബി ആണ് കേട്ടോ. തെറ്റാണ്. 99 എന്നത് എന്താണ്? 99 ബി ആണ്. 1, 2, 3 ആണ് ശരി. പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്ന ഭയം. പിന്നെ ഭാവിയിൽ സംഭവിക്കുന്നതുമായി കരുതുന്ന കാര്യങ്ങളോടുള്ള ആശങ്കയാണ് ഉൾക്കൊണ്ടത്. അപ്പോൾ 99 ബി ആണ്. 2, 3 ആണ് ശരി. 100 എന്താണ്? ഹോവാർഡ് ഗാർഡനിൻ്റെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക വൈകാന്തിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട് വ്യക്തിഗത സ്വഭാവം. ഡി ആണ് കേട്ടോ. സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കഴിവ്. പലർക്കും എക്സാമൊക്കെ എങ്ങനെ ഉണ്ടായിന്? അപ്പോൾ നമ്മൾ പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസേഴ്സാണ് അടയാളപ്പെടുത്തിയത് കേട്ടോ. ഇതിന് വ്യത്യാസം ഉണ്ടെങ്കിൽ ഇതിനെ അറിയിക്കണം.